ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെയാണ് ഇതിനും വേണ്ടത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല അടികട്ടിയുള്ള ഒരു കുക്കറാണ് ആദ്യം ഇതിന് ആവശ്യമായിട്ടുള്ളത്. അതെടുക്കുക. അതിലോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 800 ഗ്രാം ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 800 ഗ്രാം ചിക്കൻ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് ഇവ നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നു. 3 മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില പൊടി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ നമ്മൾ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിൽ നമുക്ക് ചിക്കന് പുളിക്ക് ആവശ്യമായിട്ടും ചിക്കനെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു 2 ടേബിൾ സ്പൂൺ കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചിക്കനിലോട്ടും മസാലയിലോട്ടും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മസാല തിരുമ്മി പിടിപ്പിക്കണം. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് തലേ ദിവസം ഇതുപോലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഓവർനൈറ്റ് നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അതല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുന്നേ ഉണ്ടാക്കിയിട്ട് കുക്കറിൽ തന്നെ വെക്കുക. തുറക്കാതെ അവിടെ തന്നെ ഇരുന്നോട്ടെ. മസാലയൊക്കെ പിടിച്ച് വരാനായിട്ട് ഇതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ടൈമാണ്. ഇതിലോട്ട് നമ്മൾ ഗരം മസാല പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഫ്രഷ് ഗരം മസാല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കറിയാമ്പൂ ഇതെല്ലാം ചേർത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലൊന്നും അല്ല നമ്മളിത് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. ഇനി അടിയിൽ പിടിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്താൽ മതിയാകും. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയാകും. ഒരുപാട് നേരം അടുക്കളയിൽ നിന്ന് ടൈം കളയാനില്ലാത്ത സമയത്ത് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. സവാളയും തക്കാളിയൊക്കെ വഴറ്റി സമയം കളയാനില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചിക്കൻ കറി കിട്ടും. ഒരു വിസിൽ കൊണ്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് എടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Thank you so much for watching. Please do subscribe my channel. Thank you. Bye bye.